PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC നടത്തിയ വിവിധ പരീക്ഷകളിലെ ജിയോഗ്രഫി ഭാഗത്തു നിന്നുമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ല ഏതാണ്? കേരളത്തിൽ സ്ഫടിക മണൽ സമ്പന്നമായ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അടുത്ത ചോദ്യം, ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34 എണ്ണമാണ്. ഉത്തരം ഓപ്ഷൻ ബി, 34 എണ്ണം. പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. കല്ലട ജലസേചന പദ്ധതി. അടുത്ത ചോദ്യം, തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3 എണ്ണമാണ്. ഉത്തരം ഓപ്ഷൻ സി, 3 എണ്ണം. കബനി, ഭവാനി, പാമ്പാർ ഇവയാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കബനി, ഭവാനി, പാമ്പാർ. 45ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അത് ഡിലീറ്റ് ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട ജലസേചന പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. അടുത്ത ചോദ്യം, സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭമാണ് ബുദ്ധമയൂരി. ബുദ്ധമയൂരിയാണ് കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി നദി. കബനി നദി. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. വരയാടാണ് ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. പാമ്പാടും ചോല എന്നത് ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായത്. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നാഷണൽ പാർക്കിലാണ്
നീലഗിരി താർ എന്ന വരയാടുകൾക്ക് പ്രസിദ്ധമായ നാഷണൽ പാർക്കാണ് ഇരവികുളം ദേശീയോദ്യാനം. സൈലന്റ് വാലി നാഷണൽ പാർക്കിലാണ് നീലഗിരി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ ടൈഗർ റിസർവ്. അടുത്ത ചോദ്യം, വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ 1ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായലിൽ വെച്ചാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നതും വേമ്പനാട് കായലിലാണ്. ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നതുമായ തുറമുഖമാണ് നീണ്ടകര തുറമുഖം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. കോന്നി, തെന്മല, അച്ചൻകോവിൽ ഇവയെല്ലാം അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല. അടുത്ത ചോദ്യം, താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? ജില്ലകൾ തന്നിരിക്കുന്നു. വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഇവയെല്ലാം കടൽത്തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി. വെള്ളായണി തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. അടുത്ത ചോദ്യം, ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി. 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി കാനഡ സർക്കാരിൻ്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിൻ്റെ ഭാഗമാണ്. ഇതും ശരിയാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിന് ശേഷം പവർ സ്റ്റേഷനിൽ നിന്നും ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. 1ഉം 2ഉം 4ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏതെന്ന് തിരിച്ചറിയുക. പശ്ചിമഘട്ടത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏതാണ് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം? ഉത്തരം ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രം. ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. ശരിയല്ലാത്തവ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി. 2 മാത്രം. പ്രസ്താവന 2 തെറ്റാണ്. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട് തടാകം വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ
വേമ്പനാട് കായലാണ്. വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അതായത് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. ഉത്തരം ഓപ്ഷൻ ബി. 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായ രീതിയിൽ യോജിച്ചവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ. 2ഉം 3ഉം ജോഡികൾ ശരിയാണ്. അതായത് അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കണ്ണൂർ. പൊന്നാനി തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം. ഈ 2 ജോഡികളും ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ജലമാണ്. ഇത് ശരിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇതും ശരിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. എല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 3ഉം ജോഡികൾ ശരിയാണ്. അതായത് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല. ചെന്തരുണി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരും. ചൂലന്നൂർ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ല. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. 1ഉം 3ഉം ജോഡികൾ ശരിയാണ്. അടുത്ത ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി. 3 മാത്രം. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന പേര് വന്നത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. 1984 നിലവിൽ വന്ന സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ല. അപ്പോൾ നമ്മളോട് തെറ്റാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. 3 മാത്രം. അടുത്ത ചോദ്യം. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിലൂടെ ദേശീയ ജലപാത 3 ആണ് കടന്നു പോകുന്നത്. ഇത് ശരിയാണ്. കേരളത്തിലെ ദേശീയ ജലപാത കടന്നു പോകുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇതും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ഭൂവിഭാഗമായ മലനാടിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി. 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. സുഗന്ധവിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ധാരാളമായി മഴ ലഭിക്കുന്ന പ്രദേശമാണ്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ കടൽ തീരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി. 4 മാത്രം. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇപ്പോൾ ശരിയായ പ്രസ്താവനകൾ നോക്കാം. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. 580 കിലോമീറ്റർ നീണ്ടു കിടക്കുന്നതാണ് കേരളത്തിൻ്റെ തീരപ്രദേശം. തീരപ്രദേശമില്ലാത്ത ജില്ലയാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ തീരപ്രദേശമില്ല. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ തീരദേശം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതും ശരിയാണ്.
തെറ്റായതാണ് നമ്മളോട് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 4 മാത്രം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. പാമ്പാർ, കബനി, ഭവാനി എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടൊഴുകുന്നു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദിയാണ് പെരിയാർ. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ 3 മാത്രം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. ഇത് ശരിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതും ശരിയാണ്. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്ന നദിയാണ് പെരിയ മുതിരമ്പുഴ നദിയിലാണ്. പെരിയാർ നദിയുടെ പോഷക നദിയായ മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന വരുന്നത് ഓപ്ഷൻ എ 3 മാത്രം. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. അടുത്ത ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. ഇത് ശരിയാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് ഇടുക്കി ജില്ല. ഇതും ശരിയാണ്. വരയാടുകളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വരയാടുകൾ. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി 1ഉം 2ഉം പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല.